അമ്മയോട് ഒരു തരിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഇത് പറയാൻ പാടില്ല. പറയോ മോളെ? ഇല്ല. എന്നാലും ഇത്രയും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് തന്നാന് ഒരു ഉമ്മയും കൂടി. ആ അത് ശരി. എനിക്കുള്ള സ്നേഹം ചോർന്നു പോകുന്നത് ഇങ്ങനെയല്ലേ? എന്തായിരുന്നു അമ്മയും മോളും തമ്മിലുള്ള ഒരു സ്നേഹ സല്ലാപം? അതൊന്നുമില്ല മുത്തശ്ശി. ഞാനും അമ്മയും കൂടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിക്കായിരുന്നു. നമ്മുടെ കുടുംബത്തിലെ കഷ്ടകാലങ്ങളൊക്കെ മാറിയില്ലേ? ഹോ, കണ്ടകശനി എന്ന് പറയുന്നത് പോലെ എല്ലാം മാറ്റിത്തന്ന ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി. എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ ഇപ്പോഴും ചങ്കിൽ വന്ന് അലക്കിയ. ഇനി എന്റെ കുഞ്ഞിനോട് മുത്തശ്ശി പിണങ്ങില്ല. മോളിങ്ങ് വന്നേ. മുത്തശ്ശിക്ക് ചിലതൊക്കെ പറയാനുണ്ട്, ചില കാര്യങ്ങൾ കാണിച്ചു തരാനുമുണ്ട്. വാ. മോളെ, നന്ദിനിക്ക് എന്താ പറ്റി? ഹോസ്പിറ്റലിൽ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. അവൾക്ക് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. അത് അങ്ങനെയാ മുത്തശ്ശി. ഇടയ്ക്കിടയ്ക്ക് അച്ഛന്റെ ഓർമ്മകൾ വരുന്നതാ. ആ ചെല്ലേ, മോളി ചെന്ന് വൈകമോളെ എടുത്തോണ്ട് വാ. അവളെ ചീത്ത പറഞ്ഞ് ഓടിച്ചതിന് സങ്കടം സഹിക്കാൻ വയ്യാതെ ഇന്നിവിടെ സന്തോഷ പെരുമഴയായിരിക്കും. ആഹാ, മോളെ വാ വാ. വൈകമോളെ, മോള് കുട്ടി, മോളിരിക്കെ. ആ മോളെ, ദേ ഇതെല്ലാം എന്റെ അമ്മ മഹേശ്വരി തങ്കച്ചി എനിക്ക് തന്നതാ പണ്ട്. ഇതെന്റെ മോൾക്കിരിക്കട്ടെ. ആ ആ ഇത് കുഞ്ഞായിരിക്കുമ്പോ ഞാൻ ജയരാമനിട്ട മാലേ. ഇതെന്റെ പൊന്നുമോക്കിരിക്കട്ടെ. വൈകമോളെ. ആ ഇതെന്റെ മീനാക്ഷി കുട്ടിക്കുള്ളതാ. ആ എന്റെ മോക്ക് നന്നായിട്ട് ചേരും. ആദ്യമായി എന്നെ അമ്മയെന്ന് വിളിച്ചവന്റെ മോളാ നീ. എന്റെ മോൻ ജയറാം. അവൻ വെറും പാവമായിരുന്നു. മറ്റുള്ളവര് കരയുന്നത് കാണാൻ പറ്റാത്തവൻ. ആർക്കും എന്തും ദാനം ചെയ്യാൻ മടിക്കാത്തവൻ. അവൻ അമ്പലങ്ങളിൽ തൊഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും അവന് വേണ്ടിയായിരുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. കരുണയുള്ളൊരു ഹൃദയം എനിക്കുണ്ടാകണേന്ന് മാത്രമാ അവൻ പ്രാർത്ഥിച്ചിരുന്നത്. എന്റെ മോൻ പോയി. ഞാൻ
വിളിച്ച എന്റെ മോനിനെ വിളി കേക്കില്ല. മുത്തശ്ശി, മുത്തശ്ശി, ദാ കുടിക്കേ. നന്ദിനി വന്നില്ലല്ലോ മോളെ. മുകളിലുണ്ടാവും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്താ അമ്മ ഇത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അത് മോളെ, ഞാൻ അമ്മയുടെ അവസ്ഥ. എന്തവസ്ഥ? എന്തവസ്ഥയുടെ കാര്യം ദൈവമ്മ പറയുന്നേ? അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാ ഞാൻ. അതുകൊണ്ട് തന്നെ ദൈവമ്മയുടെ ഇത്തരം പ്രവൃത്തികള് എന്നെ വല്ലാതെ വേദനിപ്പിക്കും. എന്റെ അച്ഛന്റെ ചോരയാ ദൈവമ്മയുടെ വയറ്റിലുള്ളത് എന്ന് പറഞ്ഞ എന്റെ കൂടപ്പിറപ്പ്. അതിനെയാ ദൈവം ഇപ്പൊ ഇല്ലാതാക്കാൻ നോക്കുന്നത്. ഇത് ഞാൻ ക്ഷമിച്ചാലും അച്ഛന്റെ ആത്മാവ് അമ്മയോട് പൊറുക്കില്ല. ആദ്യമായിട്ടാണോ ഒരു സ്ത്രീ ഗർഭിണിയാവുന്നേ? ഞാൻ സ്വന്തം മകളല്ല. അച്ഛൻ നമ്മളെ വിട്ടു പോയി. എന്നും അച്ഛനെ ഓർക്കാനും അച്ഛന്റെ ഓർമ്മയിൽ ജീവിക്കാനും ഈശ്വരനായിട്ട് അമ്മ അനുഗ്രഹിച്ചതായിപ്പോ. അമ്മയുടെ വയറ്റിൽ വളരുന്ന അച്ഛന്റെ കുഞ്ഞ്, ആ ജീവനെ നഷ്ടപ്പെടുത്താനും മാത്രം
ക്രൂരമായ മനസ്സാണോ എന്റെ ദൈവമ്മയ്ക്ക്? അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, പ്രസവിച്ച് ഇങ്ങ് തന്നേക്ക്, ഞാൻ വളർത്തിക്കോളാം അതിനെ. മോളെ, അല്ലാതെ ഇതുപോലുള്ള ഓരോന്ന് ചെയ്ത് ബാക്കിയുള്ളവരെ കൂടി തകർക്കരുത്. അമ്മ അങ്ങനെയൊന്നും കരുതിയില്ല മോളെ. ഈ കാര്യം ഇവിടെ ആരംഗീകരിക്കും? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ, പിന്നെ പരിഹാസവും. ഇനിയുള്ള കാലത്തോളം ഞാൻ അത് സഹിച്ച് ജീവിക്കണം. നീ പറ. എന്നെ മാത്രമല്ല, എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെയും ഇവിടെ ആരെങ്കിലും അംഗീകരിക്കോ? പിന്നീടുണ്ടാവുന്ന വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാ ദൈവം ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. അല്ലാതെ എന്റെ ജയരാമേട്ടന്റെ കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ചു കളയുന്നു നീ കരുതുന്നുണ്ടോ? ജയരാമേട്ടനോട് 1000 മാപ്പ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതിന്റെ ആവശ്യമില്ല അമ്മ. അമ്മ അച്ഛനോട് മാപ്പ് പറഞ്ഞാലും ഇല്ലെങ്കിലും അച്ഛനൊരിക്കലും അത് ഇഷ്ടമാവില്ലെന്ന് എനിക്കറിയാം. എന്റെ അച്ഛന്റെ, അതായത് ദേവമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയ ആളുടെ കുഞ്ഞ ഇപ്പൊ ദേവമ്മയുടെ വയറ്റ് വളരുന്ന. ഇനി ഞാൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലായില്ലെങ്കിൽ ആദ്യം ജീവിച്ചിരിക്കുന്ന എന്നെ കൊല്ലണം. അതിനുശേഷം മതി അകത്തുള്ളതിനെ കൊല്ലുന്ന. അതിന് ദേവമ്മയ്ക്ക് പറ്റോ? അതിന് പറ്റാത്തിടത്തോളം ഇപ്പൊ അമ്മ എടുത്തിരിക്കുന്ന ഈ തീരുമാനം അമ്മയായി തന്നെ മാറ്റണം. ദേവമ്മയ്ക്ക് ഇനി ഇതുപോലെ ചെയ്യാം. ചിലപ്പോ അത് ഞാൻ കണ്ടില്ലാന്ന് വരും. പക്ഷേ മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആള് എല്ലാം കാണുന്നുണ്ട്. മോളെ, ദേവമ്മ സംശയിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ചെറിയച്ചനോട് പറയാം. അയ്യോ മോളെ. ചെറിയച്ചൻ മുത്തശ്ശിയോടൊക്കെ പറയേണ്ട പോലെ പറഞ്ഞോളൂ. ദേവമ്മ നോക്കിക്കും. അതറിയുമ്പോ ഇവിടെ എല്ലാവർക്കും സന്തോഷമാവേ ഉള്ളൂ. എന്താണ് ചെറിയച്ഛനോട് പറഞ്ഞ് ഇവിടെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യം? എല്ലാരെയും സന്തോഷിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ട് നന്ദിനിയടത്ത് കരയാണല്ലോ. അത് ദേവമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞതാ. ഓ, അങ്ങനെയാണോ? നന്ദിനി കരഞ്ഞു നിലവിളിക്കാൻ മാത്രം എന്താണാവോ സന്തോഷ വാർത്ത? അതൊക്കെ വൈകാതെ എല്ലാരും അറിയും, അല്ലേ? ദേവമ്മ വന്നേ, നമുക്കേ മൊത്തത്തിലൊന്ന് പ്ലാൻ ചെയ്യാം.
എന്താ ചേച്ചി? ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വന്നതാ. പപ്പായ ജ്യൂസ്, അതും പച്ച പപ്പായ ജ്യൂസ്. ഇതിലെന്തോ തരികിടയുണ്ടല്ലോ. ഇല്ല, കാർത്തികിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ഹോം നേഴ്സ് നിർത്തിയിരിക്കുക. ആ അതെ പോകുന്നുണ്ട്. അതെ. എന്തെങ്കിലും ഉണ്ടോ ഒരു വിവരം അറിയിക്കും. കുഴപ്പമില്ല, ഇപ്പോൾ ആ ചെകുത്താൻ ഭാവമില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പം പറയണം. ശരി എന്നാ ഓക്കെ. ഞാനൊരു കാര്യം പറഞ്ഞാലേ ജഗദീഷേട്ടൻ ദേഷ്യപ്പെടോ? അതിപ്പോ നീ പറയുന്ന കാര്യം എന്താണോ അതിന്റെ മൂഡ് പോലെ ഇരിക്കും. അതെ, എൻ്റെ ഒരു സംശയം മാത്രമാണേ. രാമേട്ടൻ ഗൾഫിൽ പോയിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാ മരിച്ചത്. പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നാ എൻ്റെ ഒരു സംശയം. എന്താ? സാവിത്രിച്ചിക്കേ ഗർഭം ഉണ്ടോന്നൊരു ഡൗട്ട്.